വെൽക്കം. റഹ്മാനാണ്. ആൻറ്റിബയോട്ടിക്സ് വീഡിയോ സീരീസിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വാങ്കോമൈസിൻ ഉൾപ്പെട്ട ഗ്ലൈക്കോപെപ്റ്റൈഡ്സ് ഗ്രൂപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്സിനെ പറ്റിയാണ്. ആൻറ്റിമൈക്രോബിയൽ ഏജൻറ്റ്സ് അതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വാങ്കോമൈസിൻ 1950-കൾ മുതൽ നമുക്ക് ലഭ്യമാണ്. പക്ഷേ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്, പുവർ ടിഷ്യൂ പെനിട്രേഷൻ, സോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വെരി ലെസ് പോപ്പുലർ ആയിരുന്നു സംഭവം. പക്ഷെ പിന്നീട് പെനിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ ഇത് വീണ്ടും നമ്മൾ പൊടിതെറ്റിയെടുത്തു. ഇപ്പോ പ്രസന്റ് നൗ ദ ഡ്രഗ് ഓഫ് ലാസ്റ്റ് റിസോർട്ട്, വളരെ പ്രധാനപ്പെട്ട ഡ്രഗ് ഗ്രൂപ്പാണ് ഇപ്പോൾ ദീസ് ഗ്ലൈക്കോപെപ്റ്റൈഡ്സ് എന്ന് പറയുന്ന ഡ്രഗ് ഗ്രൂപ്പ്. സോ ഈ മരുന്ന് വാങ്കോമൈസിൻ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലൈക്കോപെപ്റ്റൈഡ്സ് ആണ്. ഗ്ലൈക്കോണ്ട് പെപ്റ്റൈഡ്സ് ഉണ്ട്. സോ കാരണം മരുന്നിൽ ഒരു ഷുഗർ മോയിറ്റി ഉണ്ട്. സോ സംതിങ് റിലേറ്റഡ് ടു ഷുഗേഴ്സ് ആൻഡ് പെപ്റ്റൈഡ്സ് ഉണ്ട്. 7 അമിനോ ആസിഡ് ഉള്ള ഒരു പെപ്റ്റൈഡ് ഗ്രൂപ്പും അതിനകത്തുണ്ട്. ആൻഡ് വാങ്കോമൈസിൻ ലഭിക്കുന്നത് അമിക്കോ ലാട്രോപ്സിസ് ഓറിയന്റാലിസ് എന്നാണ്. അമിക്കോ ലാറ്റോപ്സിസ് ഓറിയന്റാലിസ് ഇതിൽ നിന്നാണ് ഈ സംഭവം നമുക്ക് ലഭിക്കുക. പക്ഷെ ഇപ്പോൾ ഇത് മാത്രമല്ല നമുക്കുള്ളത്. നമുക്ക് പുതിയൊരു ഗ്രൂപ്പ് മരുന്ന് കൂടിയുണ്ട്. അതിനെ നമ്മൾ ലിപ്പോ ഗ്ലൈക്കോപെപ്റ്റൈഡ്സ് എന്നാണ് വിളിക്കുക. സോ ആൻ അഡീഷൻ ഓഫ് ലിപ്പോ കൂടി ചേർത്തിട്ടുണ്ട്. ടീക്കോപ്ലാൻ ആണ് ഈ ഗ്രൂപ്പിലെ ആദ്യ മരുന്ന്. വാങ്കോമൈസിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇത് വാങ്കോമൈസിൻ ആണ്. വാങ്കോമൈസിന്റെ സ്ട്രക്ചർ ഒരു ബിഗ് സ്ട്രക്ചർ ആണ്. ഞാൻ ഈ പറഞ്ഞ ഷുഗർ ഗ്രൂപ്പ് ഉണ്ട്, ദെൻ അമിനോ ആസിഡ്സ് 7 എണ്ണം ഉണ്ട് ഇതിനകത്ത്. സോ ഇതിന് ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിൻ കടക്കാൻ പറ്റില്ലെങ്കിൽ അപ്പോൾ പുറത്തു നിന്ന് വേണം ഇത് ആക്ട് ചെയ്യാനായിട്ട്. ഈ പുതിയ ഗ്രൂപ്പ് ലിപ്പോ ഗ്ലൈക്കോപ്രോട്ടീൻ, സോ അതിനകത്ത് ഇവിടെ കാണാം നമുക്ക്. അതിനകത്ത് അഡീഷണൽ ആയിട്ടൊരു ലിപ്പിഡ് ഗ്രൂപ്പ് കൂടിയുണ്ട്, അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് ചെയിൻ കൂടിയുണ്ട്. സോ ഫാറ്റി ആസിഡ് ചെയിൻ നമുക്കറിയാം, സെൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ലിപ്പിഡ് ബൈലെയർ ആണ്. സോ അതിന് അവിടെ വന്ന് പിടിക്കാൻ പറ്റും. അവിടെ വന്ന് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ എന്നിട്ട് കൂടുതൽ നേരം ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ വാങ്കോമൈസിൻ നമ്മൾ ദിവസം 4 നേരമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. 4 നേരം വെച്ച് കൊടുക്കണം. പക്ഷെ ടീക്കോപ്ലാൻ ആകുമ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആക്ട് ചെയ്തോളൂ. സോ ഇത് നമുക്ക് ദിവസം 1 നേരം കൊടുത്താൽ മതി. ലിപ്പോഗ്ലൈക്കോപെപ്റ്റൈഡ്സ് അതിനകത്ത് നമുക്ക് പുതിയ മെമ്പേഴ്സ് കൂടിയുണ്ട്. അതിലൊന്ന് ടെലവാൻസിൻ ആണ്. ടെലവാൻസിൻ വാങ്കോമൈസിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. പക്ഷെ അതിൽ ലിപ്പോ ഗ്രൂപ്പ് കൂടിയുണ്ട്. ദെൻ പുതിയ ആൾക്കാരാണ് ഡാൽബാവാൻസിൻ, ദെൻ ഒറിറ്റവാൻസിൻ പോലെയുള്ള മരുന്ന്. സോ ഇതിന്റെയൊക്കെ ഗുണം എന്ന് വെച്ചാൽ പിന്നെയും ഇത് ലിപ്പോ ഉള്ളതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കൊടുത്താൽ മതി. ഇത് ദിവസം 1 നേരമായിരുന്നപ്പോൾ ഇത് 4 നേരമായിരുന്നപ്പോൾ ഇത് ആഴ്ചയിൽ ഒറ്റ തവണ കൊടുത്താൽ മതി. ദിവസവും കുത്തിവെക്കേണ്ട കാര്യമില്ല. ദെൻ ഒരു മരുന്നിനെ കൂടി നമുക്ക് പറയാനുണ്ട്. അത് ടിക്സോബാക്റ്റിൻ ആണ്. ഈ മരുന്നുകളുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ഈ ഗ്രൂപ്പ് ഓഫ് മരുന്നുകളാണ്. വാങ്കോമൈസിൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാം കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. മെക്കാനിസം ഓഫ് ആക്ഷൻ ഞാൻ സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ആ വീഡിയോയിൽ ഞാൻ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് സെൽ മെംബ്രെയിനിലെ മോണോമർ ഞാൻ ഒന്നും കൂടി വരയ്ക്കുകയാണ്. ഇത് NAG ആണ്, ഇത് NAM, NSTEL മ്യൂറാമിക് ആസിഡ്. അതിൽ 5 പെപ്റ്റൈഡ് ഉണ്ട്. ആൻഡ് ദിസ് അവസാനത്തെയാണ് നമ്മൾ പറഞ്ഞത് ഡി അലാനിൻ ആണ്. ഡി അല എന്നാണ് നമ്മൾ പറയാ. സോ ഈ മരുന്ന് ഇവിടെ പോയി ഇങ്ങനെ അങ്ങ് പിടിക്കുകയാണ്. ഇവിടെ ബൈൻഡിങ് ടു ദ ഡി അല ഇവിടെ ഒരു 5 ബോണ്ടാണ് ഫോം ചെയ്യുക. അവിടെ അങ്ങ് പിടിച്ചിരിക്കുകയാണ്. ആൻഡ് ഇത് വേറെ എവിടെയും പിടിക്കുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ടത് ഒരു എൻസൈംസിലൊന്നും, ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു എൻസൈംസിലും ഇതിന് ആക്ഷൻ ഇല്ല. നേരിട്ട് ഈ സബ്സ്ട്രേറ്റ് സെൽ വാൾ ഉണ്ടാക്കുന്ന ആ മോണോമറിൽ മാത്രമാണ്, സബ്സ്ട്രേറ്റിൽ മാത്രമാണ് പിടിക്കുക. ആൻഡ് ഇത് വലിയ സ്ട്രക്ചറാണ്. ഇത് ഇങ്ങനെ വലിയായിട്ടിരിക്കുന്നതുകൊണ്ട് അടുത്ത ആൾക്ക് ഇവിടെ ഒന്നും ചേരാൻ പറ്റില്ല. ഇവിടെയാണ് അടുത്ത ആൾ പെപ്റ്റൈഡ്, അതിനും പറ്റില്ല. അവിടെ ഒരു ഗ്യാപ്പ് വരും. സോ അതുകൊണ്ട് ഇറ്റ് ഇൻഹിബിറ്റ് ബോത്ത്, 2 കാര്യങ്ങളും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ട്രാൻസ് ഗ്ലൈക്കോസിലേഷൻ തടയുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ ട്രാൻസ്പെപ്റ്റിഡേഷനും ട്രാൻസ് ഗ്ലൈക്കോസിലേഷനും രണ്ടും തടയുന്ന മരുന്നുകളാണ് ഇത്. സോ ദീസ് മെക്കാനിസം ആക്ഷൻ നമുക്ക് ജസ്റ്റ് എവിടെയെങ്കിലും പറയുകയാണെങ്കിൽ ദീസ് ആർ ട്രാൻസ് ഗ്ലൈക്കോസിലേഷൻ ആൻഡ് ട്രാൻസ്പെപ്റ്റിഡേഷൻ ഇൻഹിബിറ്റർ ബൈ ബൈൻഡിങ് ടു ദ ഡി അല. ഓക്കെ. ആൻഡ് ഇതിന്റെ പേര്, ഈ വാങ്കോമൈസിൻ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം വാൻക്വിഷ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ്. വാൻക്വിഷ് എന്ന് വെച്ചാൽ എന്തുവാ? ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫീറ്റ് തറലി, ബാക്ടീരിയ കംപ്ലീറ്റ് തറയായിട്ട് ഡിഫീറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് മരുന്ന്. ആൻഡ് ഈ ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾക്ക് വേറൊരു പേര് കൂടിയുണ്ട്. ഞാനിപ്പോ ഗ്ലൈക്കോപെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞു. ദെൻ ഇവിടെ ഞാൻ പറഞ്ഞത് ലിപ്പോ ഗ്ലൈക്കോപെപ്റ്റൈഡ്സ്. ഇതാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് വേറൊരു പേര് നമ്മൾ ഉപയോഗിക്കുന്നത്
ഡാൽബ ഹെപ്റ്റൈഡ്സ് എന്നാണ്. ഡാൽബ ഹെപ്റ്റൈഡ്സ്. ഡാൽബ എന്ന് പറയാൻ കാരണം ഈ ഡാൽ എന്തുന്നാ, ഡാൽ മീൻസ് ഡി അല ഡി അലയാണ് ആൻഡ് ബി മീൻസ് ബൈൻഡിങ് ആണ്, ബൈൻഡിങ്. സോ ഡി അല ഡി അല ബൈൻഡിങ് ആന്റിബയോട്ടിക് ആണ്. ഹെപ്റ്റൈഡ്സ് എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞു 7 അമിനോ ആസിഡ്, ഈ പറഞ്ഞ എല്ലാ മരുന്നുകൾക്കും 7 അമിനോ ആസിഡ് ഉള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. സോ വി കോൾ ദീസ് ഗ്രൂപ്പ് ആസ് എ ഹോൾ ഡാൽബ പെപ്റ്റൈഡ്സ് എന്ന ഒരു പേര് കൂടി നമ്മൾ വിളിക്കാറുണ്ട്. എവിടെയെങ്കിലും ഇത് കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിക്കോളുക, വാങ്കോമൈസിൻ, ടീക്കോപ്ലാനിൻ, ടെലവാൻസിൻ, ഒറിട്ടവാൻസിൻ, ഈ മരുന്നുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. അടുത്ത നമുക്ക് സ്പെക്ട്രം ഓഫ് ആക്ഷൻ ആണ് പറയേണ്ടത്. അതിനു മുമ്പ് നമ്മളെപ്പോഴും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കണം, ബാക്ടീരിയ സിഡൽ ആണോ സ്റ്റാറ്റിക് ആണോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ നമ്മൾ സിഡൽ ആണെന്ന് പറയും. ബ്രോഡ് സ്പെക്ട്രം ആണോ നാരോ സ്പെക്ട്രം ആണോ എന്ന് വെച്ചാൽ ബ്രോഡ് സ്പെക്ട്രം അല്ല, ഓൺലി അഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ്. സോ പഠിക്കാൻ സുഖമാണ്. ദിസ് ഈസ് ആക്റ്റീവ് അഗെയിൻസ്റ്റ് ഓൺലി അഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസംസ്. ഗ്രാം നെഗറ്റീവിനെതിരെ ആക്ഷൻ ഇല്ല. സോ ഗ്രാം നെഗറ്റീവ് ആണ് ഒരുപാട് ഓർഗാനിസം പഠിക്കേണ്ടത്. അത്രയും പഠിക്കേണ്ട, നമുക്ക് വളരെ കുറച്ച് ഓർഗാനിസം പഠിച്ചാൽ മതി. ആ ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം. ദെൻ എൻറ്ററോകോക്കൈ, അതിൽ വരുന്ന എൻറ്ററോകോക്കൈ ഫിക്കാലിസ് പോലെയുള്ളവയാണ്. മൂന്നാമത്തെ ഒരെണ്ണം കൂടി ഓർക്കണമെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയ്ക്ക് കൂടി ഓർക്കാം. അപ്പോൾ ഇതിന് മൂന്നിനും എഗെയിൻസ്റ്റ് ആണ് പ്രധാനമായിട്ടും നമ്മളിത് ഉപയോഗിക്കുക. അപ്പോൾ ഇത് ആദ്യമേ കയറി ഇത് അങ്ങോട്ട് കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അതിന് നേരിട്ട് കൊടുക്കില്ല. നമ്മൾ ആദ്യം പെൻസിലിൻ കൊടുത്തു നോക്കും. പെൻസിലിൻ കൊടുത്തിട്ട് ഫലിക്കുന്നില്ല, പെൻസിലിനോട് റെസിസ്റ്റന്റ് ആണെങ്കിൽ. സോ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് പണ്ടേ റെസിസ്റ്റൻസ് നേടി. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതായിരുന്നു മെത്തിസിലിൻ എന്ന മരുന്ന്. മെത്തിസിലിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ ഒതുക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഓർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് വാക്കാണ് MRSA എന്ന് പറയും. മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. സോ അതിലാണ് നമ്മൾ കൊടുക്കുക. നമ്മളുടെ വാങ്കോമൈസിൻ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. അത്രയും നമുക്ക് എഴുതേണ്ട, പരീക്ഷയ്ക്ക് വെറുതെ MRSA എന്ന് എഴുതിയാൽ മതി. സോ MRSAയിലാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യൂസ്. ദെൻ പിന്നെ ഉള്ളത് അതിൽ തന്നെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള എൻട്രോകോക്കസ് ഫിക്കാലിസിൽ ഉപയോഗിക്കും. ദെൻ ഓൾസോ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയിലൊക്കെ ഉപയോഗിക്കും. സപ്പോസ് ദിസ് ഈസ് റെസിസ്റ്റന്റ് ടു വാങ്കോമൈസിൻ ആണെങ്കിൽ എന്ത് മരുന്ന് കൊടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഡാൽബാവാൻസിൻ നമുക്ക് കൊടുക്കും. ഡാൽബാവാൻസിൻ. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുക എന്താണ്, വാങ്കോമൈസിൻ റെസിസ്റ്റന്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് വിളിക്കും. ഓക്കെ. ദെൻ വേറെ മരുന്നുകൾ നമ്മൾ ചില മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ പഠിക്കും കേട്ടോ. ഈ ഗ്രൂപ്പിലാണെങ്കിലാണ് ഞാൻ പറഞ്ഞ ഡാൽബാവാൻസിൻ നമുക്ക് എടുക്കാം. സോ ദിസ് ഈസ് ദ കീ. MRSA, വാങ്കോമൈസിൻ പരീക്ഷയിൽ MRSA എന്നുള്ള വാക്കില്ലെങ്കിൽ ഒരു മാർക്ക് പോലും കിട്ടില്ല. ഇനി വാങ്കോമൈസിൻ നമ്മൾ എങ്ങനെ കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി വിൽ ഗിവ് ആസ് IV ആയിട്ടായിരിക്കും കൊടുക്കുക. ഇൻട്രാവീനസ് ആയിട്ടാണ് കൊടുക്കുക. സാധാരണ ഡോസ് 500 മില്ലിഗ്രാം 4 നേരമാണ് കൊടുക്കുക. ഓർ സംടൈംസ് 2 ടൈംസ് ആയിരിക്കും കൊടുക്കുക. ഓറലി കൊടുത്താലോ, ഓറലി കൊടുത്തു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ ഇല്ല, 0 അബ്സോർപ്ഷൻ ഓർ വെരി ലെസ് ആണ്. പക്ഷേ നമ്മൾ ഓറലി കൊടുക്കും. ഓറലി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അബ്സോർപ്ഷൻ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ്. GIT ലോക്കലായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി, GITയിലെ ഇൻഫെക്ഷൻ, ഉദാഹരണത്തിന് കോളോണിനെ ബാധിക്കുന്ന ക്ലോസ്ട്രിഡിയം എന്ന് പറയുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ ക്ലോസ്ട്രിഡിയം ഡിഫിഷൈൽ എന്ന് പറയുന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന സ്യൂഡോ മെംബ്രേനിയസ് കോളിറ്റിസ്. സോ ഇതിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് നമ്മുടെ സംഭവം. വേറെ മരുന്നുകളുണ്ട് എങ്കിലും അതിന് നമുക്ക് ഓറലായിട്ട് ഗുളികയായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അബ്സോർഷൻ വേണ്ട, അവിടെ GIT ലോക്കലായിട്ട് ആക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ യൂസ്, ടീക്കോപ്ലാനിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ വാങ്കോമൈസിന്റെ അതേ യൂസ് ഒക്കെ തന്നെയാണ്. പക്ഷെ ദിവസം 1 നേരം മതി എന്നുള്ളതാണ് ഗുണം. ഇത് IV കൊടുക്കാം ആൻഡ് ഓൾസോ IM നമുക്ക് കൊടുക്കാം. ബാക്കി ഇതെല്ലാം നമുക്ക് IV മാത്രമായിട്ടാണ് കൊടുക്കാൻ പറ്റുള്ളൂ. ദെൻ വാങ്കോമൈസിൻ റെസിസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഡാൽബവാൻസിൻ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. സോ ദീസ് ആർ ഗിവൺ. IV ആണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, വൺസ് ഇൻ 7 days, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മതി എന്നുള്ളതാണ് അതിന്റെ ഗുണം. സോ അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം ഇൻഫെക്ഷൻ കൊടുത്തേക്കാം, അല്ല 3 ബാക്ടീരിയയുടെ പേര് നമ്മൾ എഴുതിയെങ്കിൽ നമ്മൾ സാധാരണ അതും എഴുതാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്ക്, എല്ലാത്തിലും നമുക്ക് എഴുതാം. സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസ്, എല്ലാ ബാക്ടീരിയ ആന്റിബയോട്ടിക്സിനെതിരെ നമുക്ക് എഴുതാവുന്നതാണ്. റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, CNS ഇൻഫെക്ഷൻസ്, നോസോകോമിയൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് പിടിക്കുന്ന ഇൻഫെക്ഷൻസ്. അതും നമ്മൾ പറഞ്ഞ ഓർഗാനിസം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. മെനിഞ്ചൈറ്റിസ് അത് ഉണ്ടാക്കുന്നതാണെങ്കിൽ മാത്രം, എൻഡോകാർഡൈറ്റിസ്. സോ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സംഭവങ്ങൾക്കും നമ്മൾ പറഞ്ഞ ഓർഗാനിസം റെസിസ്റ്റന്റ് അങ്ങനെയൊക്കെയുള്ള ആണെങ്കിൽ നമുക്ക് ദിസ് ഡ്രഗ് വി ക്യാൻ ഗിവ്. അപ്പോൾ നമുക്ക് പതിവ് പോലെ ഞാൻ ചുവന്ന മഷി എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ദോഷഫലങ്ങളെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയണം. സോ ഈ ഗ്രൂപ്പ് പണ്ട് കൊടുക്കാതെ നിർത്തിയത് ഞാൻ പറഞ്ഞു, കൊടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്, ഭയങ്കര
പ്രശ്നങ്ങളായിരുന്നു. സോ ഇത് കൊടുക്കുമ്പോൾ ബിക്കോസ് ഓഫ് മാസീവ് ഹിസ്റ്റമിൻ റിലീസ്, ഭയങ്കരമായിട്ട് ഹിസ്റ്റമിൻ റിലീസ് മൂലം എന്തുണ്ടാകും? സ്കിൻ റാഷസ് ഉണ്ടാകും. ആൻഡ് അതുമൂലം വാസോ ഡയലേഷൻ ഉണ്ടാകും. ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും സ്കിൻ ബിക്കം റെഡ് കളർ സ്കിൻ ആകും. ബി പി ഫോൾ ചെയ്യും. ദെൻ ഈവൻ ഷോക്ക് ക്യാൻ ഒക്കർ. ആൻഡ് ദിസ് ചുമന്ന ആളങ്ങ് ചുമന്ന് വരുന്നതിനെ നമ്മൾ റെഡ് മാൻ സിൻഡ്രോം എന്നാണ്, അല്ലെങ്കിൽ റെഡ് നെക്ക് സിൻഡ്രോം എന്നും നമ്മൾ വിളിക്കാറ്. സോ ഇതാണ് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കീ വാക്ക്, റെഡ് മാൻ സിൻഡ്രോം. പക്ഷെ ഇപ്പോൾ കൂടുതൽ പ്യൂരിഫൈഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് വരിക. വാങ്കോമൈസിനൊക്കെ പ്യൂരിഫൈഡ് പുതിയ ഒക്കെ വരുന്ന അത്രയും പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ദെൻ ലിപ്പോഗ്ലൈക്കോപ്രോട്ടീൻ ആയിട്ടുള്ള ടീക്കോപ്ലാൻ ഇത് ഉണ്ടാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ടീക്കോപ്ലാനിന് ഈ പ്രശ്നം ഇല്ല എന്നുകൂടി ഓർത്ത് വെച്ചേക്കുക. സോ ദിസ് ഈസ് സേഫ് ഫ്രം റെഡ് മാൻ സിൻഡ്രോം. പിന്നെ വാങ്കോമൈസിൻ ഉണ്ടാക്കുന്നത് ഡ്രസ് സിൻഡ്രോം ആണ്. ഡ്രസ് സിൻഡ്രോം ഈ അടുത്ത് മറ്റേ മെഫ്റ്റാൽ എന്ന് പറഞ്ഞ ഗുളിക ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ ആ സംഭവം തന്നെയാണ് ഡ്രസ് സിൻഡ്രോം. ഡ്രഗ് റിയാക്ഷൻ വിത്ത് ഇസ്നോഫീലിയ സിസ്റ്റമിക് സിംറ്റംസ് ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ ഡ്രസ് സിൻഡ്രോം എന്ന് പറയാം. എങ്കിലും പുതിയ വരുന്നതിനൊക്കെ ഈ പ്രശ്നങ്ങൾ താരതമ്യേന കുറവാണ്. ഈ പുതിയ മരുന്നുകൾക്കൊക്കെ ഇത് കുറവാണ്, എങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ഒന്ന്, റെഡ് മാൻ സിൻഡ്രോം ആണ് ഒന്ന്, ബിക്കോസ് ഓഫ് മാസീവ് ഹിസ്റ്റമിൻ റിലീസ്. രണ്ടാമത്തെ പ്രശ്നം ചെവിയിലുള്ള പ്രശ്നമാണ്. ഓട്ടോടോക്സിസിറ്റി ആണ്. ഓട്ടോ മീൻസ് ചെവിയിലാണ്. ഇത് ഹൈ ഡോസിൽ ഉപയോഗിച്ചാൽ മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. നമ്മൾ ഡോസ് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെവിയിലുള്ള പ്രശ്നം അല്ലെങ്കിൽ കേൾവി തകരാറുകൾ അത് കുറവായിരിക്കും. മൂന്നാമത്തത് നെഫ്രോടോക്സിറ്റി ആണ്. ഓട്ടോടോക്സിറ്റി നെഫ്രോടോക്സിറ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വരേണ്ട ഒരു മരുന്ന് കൂടിയുണ്ട്, അമിനോഗ്ലൈക്കോസൈഡാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതിനും അങ്ങനെയുണ്ട്. നെഫ്രോടോക്സിറ്റി ഇപ്പോൾ പ്യൂരിഫൈഡ് വരുന്നതുകൊണ്ട് ദിസ് ഈസ് ഓൾസോ ലെസ്, വളരെ കുറവാണ്. പ്യൂരിഫൈഡ് മരുന്നുകൾ കുറവാണ്, എങ്കിലും ദിസ് ഇസ് ഹൈലി നെഫ്രോടോക്സിക് ഉണ്ടാക്കാം. ആൻഡ് വൃക്ക തകരാറ് പുതിയതിന് ഏതെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദിസ് മരുന്ന് ടെലാവാൻസിൻ ഈസ് ഹാവിങ് ദിസ് നെഫ്രോടോക്സിറ്റി ഉള്ള ഒരു മരുന്നാണ്. ബാക്കി ഇതിനൊക്കെ അത്ര ഇല്ല. ഇനി ടെലാവാൻസിന് ഒരു പ്രശ്നം കൂടി ഉണ്ട്. ടെലാഫോർട്ടി ആണെങ്കിൽ ഗർഭിണികൾ ഉപയോഗിക്കാൻ പാടില്ല. ടെറാറ്റോജെനിസിറ്റി ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ദിസ് ഈസ് ഗർഭിണികളിൽ ടെലാവാൻസിൻ ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല. സോ ഇത്രയാണ് നമുക്ക് ഈ മരുന്നുകളെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ എങ്കിലും ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാം. ദീസ് മരുന്ന് ടിക്സോബാക്ടിൻ എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരുന്ന ഒരു 30 വർഷത്തിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ച ഒരു ആന്റിബയോട്ടിക്കാണ്. 30 വർഷമായിട്ട് നമ്മുടെ മനുഷ്യൻ ആന്റിബയോട്ടിക് ഒന്നും കണ്ടുപിടിക്കുന്നില്ലായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് കിട്ടിയിരുന്നത് എലഫ്തീറിയ ടെറ എന്ന് പറയുന്ന ഒരു സോയിൽ ബാക്ടീരിയ എന്ന് തോന്നുന്നു, അതിൽ നിന്നാണ് കിട്ടിയത്. ഇതിൻ്റെ തന്നെ ആക്ഷൻ തന്നെയാണ്. ഗ്രാം പോസിറ്റീവിനെതിരെ മാത്രമേ ഇതിന് ആക്ഷൻ ഉള്ളൂ. ആൻഡ് ഇപ്പോഴും മരുന്നായിട്ട് എത്തിയിട്ടില്ല. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് റെസിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ്. റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ പറഞ്ഞു ഇത് ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിൻ കടക്കാൻ പറ്റില്ല. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാലാണ് ബാക്ടീരിയയുടെ അകത്ത് മെക്കാനിസത്തിലൊക്കെ ഇടപെടുമ്പോഴാണ് ബാക്ടീരിയ അകത്തൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് റെസിസ്റ്റൻസ് ഉണ്ടാക്കും. ഇത് പുറത്താണ് ഇരിക്കുക ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു എൻസൈമിനെയും തടയുന്നില്ല. ബാക്ടീരിയയുടെ ഒരു എൻസൈമിനെയും തടയുന്നില്ല. അത് ആകെ ചെയ്യുന്നത് ഡി അല അല്ലേ, ആ അവസാനത്തെ ഡി അലയുടെ ചുറ്റും പോയി ഇങ്ങനെ ബൈൻഡ് ചെയ്യൽ മാത്രമാണ്. അപ്പോൾ സബ്സ്ട്രേറ്റിനെ നേരിട്ട് ബൈൻഡ് ചെയ്യാണ്. നോ എൻസൈം ഇൻഹിബിഷൻ. സോ എൻസൈമൊക്കെ ഉണ്ടെങ്കിൽ ബാക്ടീരിയയ്ക്ക് ആ എൻസൈമിനെ രക്ഷിച്ചെടുക്കാൻ വേറെ എന്തെങ്കിലും എൻസൈമൊക്കെ ഉണ്ടാക്കിയെടുക്കായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും നടക്കില്ല. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി റെസിസ്റ്റൻസ് ടു ദീസ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ഈസ് റയർ. നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടിയാണ്. ഇതിനും കൂടി റെസിസ്റ്റൻസ് ആയി കഴിഞ്ഞാൽ പണി കിട്ടിയാണ് നമുക്ക്. അപ്പോൾ റെസിസ്റ്റൻസ് വളരെ കുറവാണെന്നുള്ള കാര്യം നമ്മൾ അംഗീകരിച്ചു. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത്, ഇനി റെസിസ്റ്റൻസ് ഉണ്ട് ചില ഓർഗാനിസത്തിന്, അത് ജന്മന റെസിസ്റ്റന്റ് ആണ്. ഇപ്പോൾ ഗ്രാം നെഗറ്റീവ്, ഫംഗൈ, TBs അതെല്ലാം ഇതിന് ഉപയോഗിക്കുന്നേയില്ല. അപ്പോൾ പിന്നെ അതൊരു വിഷയമല്ല. ദെൻ ഉണ്ടെങ്കിൽ തന്നെ റെസിസ്റ്റൻസ് ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ ചില ബാക്ടീരിയ അതിബുദ്ധിമാരാണ്. അപ്പോൾ ഡി അലയ്ക്ക് പകരം ഡി അല ഡി ലാക്ടോൺ ഉണ്ടാക്കി വെക്കും. അപ്പം നമ്മുടെ മരുന്ന് ചമ്മിപ്പോ. ദെൻ അടുത്ത പരിപാടി ഡി അല ഡി സെറിൻ ഉണ്ടാക്കി വെക്കും. അങ്ങനെ ആകുമ്പോഴും ഇതിന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഡി അല തന്നെ ഉണ്ടെങ്കിലേ ബൈൻഡ് ചെയ്യത്തുള്ളൂ, നിർബന്ധ ബുദ്ധിക്കാർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ബാക്ടീരിയ എങ്ങനെയെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക. സോ ദാറ്റ്സ് എ മെക്കാനിസം. വാങ്കോ ടൈപ്പ് എ റെസിസ്റ്റൻസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്ലൈക്കോപെപ്റ്റൈഡ്സ് ആൻഡ് ലിപ്പോഗ്ലൈക്കോപെപ്റ്റൈഡ്സ്, ഓർ ഞാൻ പുതിയൊരു വാക്കുകൂടി പറഞ്ഞു, ഡാൽബ ഹെപ്റ്റൈഡ്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് മരുന്ന് വാങ്കോമൈസിൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് മരുന്ന്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.